ഹലോ ഫ്രണ്ട്സ്, മഴതൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റീത്താമ്മ നമ്മുടെ സ്റ്റാൻലിയുടെ കുടുംബക്കാരെ എല്ലാ കാര്യങ്ങൾ അവതരിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് റോബിച്ചിനെ തന്നെ ആദ്യം വിളിക്കാൻ കേട്ടോ. റോബിച്ചനല്ല ഫോൺ എടുക്കുന്നത്, ആൻസിയാണ് ഫോൺ എടുക്കുന്നത്. ആരാ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. കാര്യം പറയാണ് ഞാൻ റീത്താമ്മയാണെന്നില്ല. അന്നേരം റോബിച്ചൻ്റെ ഫോൺ കൊടുക്കാൻ പറയാണ് കേട്ടോ. റോബിച്ചനെ ഇവിടെയൊന്നും കാണുന്നില്ല. എന്താ കാര്യം എന്നോട് പറയാമോ? അല്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. റോബിച്ചൻ്റെ ഫോൺ കൊടുക്കുക, ഞാൻ സംസാരിക്കാം, അവിടെ തന്നെ ഉണ്ടല്ലോ. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരാൻ കേട്ടോ. അന്നേരം കാർ പോർച്ചിൽ തന്നെ നിൽപ്പുണ്ട് റോബിച്ചൻ. റോബിച്ചായ, എത്ര തവണ വിളിച്ചു, നിങ്ങളിത് ഇവിടെയായിരുന്നു. എന്നെ അടി കിടന്ന് തൊണ്ട കീറുന്നത് എന്തിനാണ് ഇപ്പം വിളിക്കുന്നത്? ആ, നീ ഇവിടെ കണ്ടില്ലേ, ഞാൻ വണ്ടിയുടെ ഓയിലൊക്കെ ചെക്ക് ചെയ്യായിരുന്നു. എന്നതാടി കാര്യം? അല്ല, നിങ്ങൾക്കേ ഒരു കോളുണ്ട്. അതെ, എൽസമ്മ ചേച്ചിയുടെ ചേച്ചിയെ, റീത്താമ്മ ചേച്ചി, ഒരു കോളുണ്ട്. ഇതാ ഫോൺ പിടിക്കുക. അതെ, എന്താടി, കുഴപ്പം വല്ലതും ഉണ്ടോ? അങ്ങനെ വിളിക്കാറില്ലല്ലോ അവർ. എന്നോടൊന്നും പറഞ്ഞില്ല. നിങ്ങളെ തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ തിരിച്ച് വിളിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാ ഫോൺ അങ്ങനെ കയ്യിൽ കൊടുക്കട്ടോ. അപ്പോൾ കോളിൽ വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ കുരിശ് വല്ലതും ആയിരിക്കും. ഹലോ റീത്താമ്മ ചേച്ചി, റോബിയാണോടാ? അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ എന്താ വിശേഷം? വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അറിയാതെ അല്ലല്ലോ നിങ്ങളൊക്കെ ഇരിക്കുന്നത്. റീതാമ്മ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നും അറിയാത്തതുപോലെ നീയൊക്കെ അഭിനയിക്കല്ലേ. എല്ലാം അറിഞ്ഞും കണ്ടും ബോധ്യം വന്നിട്ടാ ഈ റീതാമ്മ നിന്നെ വിളിക്കുന്നത്. കേട്ടറിഞ്ഞതിനേക്കാൾ ഗംഭീരമാണല്ലോ നിൻ്റെ ചേട്ടൻ സ്റ്റാൻലിയുടെ പുതിയ മകളും. അത് പിന്നെ റീതാമ്മ ചേച്ചി, ഈ സമയത്ത് ഇങ്ങനൊരു പ്രശ്നം ലാലിച്ചായനെ ഒപ്പിക്കുമെന്ന് ഞങ്ങൾ ആരും ഓർത്തില്ല. ഇപ്പോൾ ഒപ്പിച്ചതല്ലല്ലോ, നേരെ ഒപ്പിച്ചതിൻ്റെ ഫലം ഇപ്പം അടുത്തങ്ങ് തലയിൽ വെച്ചു. അതാണല്ലോ സംഭവം. ഞാനേ ഇവിടെ എൽസമ്മയോടും പിള്ളേരോടും എന്ത് പറയണമെന്ന് പോലും പറ്റാതെ ഞാൻ പോലും എത്തും പിടിയില്ലാതെ ഇരിക്കുകയാണ്. അല്ല ചേച്ചി, ഇത് തന്നെ നമ്മുടെ എല്ലാ അവസ്ഥ. ലാലിച്ചായം കാണിച്ച ആ മണ്ടത്തരത്തിന് നമ്മളൊക്കെ എന്നാ ചെയ്യാനാ? പിന്നെ ഇവിടുന്ന് അപ്പച്ചായൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ആ പെങ്കുച്ചിനെ ഇറക്കി വിടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പച്ചനാണെങ്കിൽ ആകെ മനസ്സും വിഷമിച്ചിരിക്കുക. കുടുംബത്തിൻ്റെ മാനം പോയില്ലേ. ലാലിച്ചായനോടാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കോ, മനസ്സിലാക്കുകയോ എന്തെങ്കിലും ചെയ്യുമോ? അതുമില്ല. നിൻ്റെ അപ്പച്ചനെ അവിടെ ചെന്ന് അവളെ പറഞ്ഞു വിടാൻ പോയ കഥയൊന്നും പറയല്ലേ റോബി. പിന്നെ നിൻ്റെ അപ്പച്ചൻ തന്നെയാണ് ഇപ്പം അവൾക്ക് നല്ലൊരു കൂട്ടായിട്ട് അവിടെ നിൽക്കുന്നത്. ഇപ്പം നിൻ്റെ അപ്പച്ചൻ നിൻ്റെ വീട്ടിൽ കാണുമല്ലോ. ചോദിച്ചു നോക്ക്, അപ്പം അറിയാം കാര്യങ്ങളൊക്കെ എന്ന്. അവിടെ എന്തൊക്കെയായിരുന്നു പരിപാടിയെന്നും പറയാം. അപ്പച്ചൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്തായാലും ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. കൊട്ടാരമറ്റത്തുകാർക്ക് നാണവും മാനവും വഴിയെ പോലും പോയിട്ടില്ല എന്നുള്ളത്. ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കൂട്ടി നിൽക്കുമായിരുന്നു. ദേ ചേച്ചി, ചുമ്മാ കാര്യങ്ങൾ അറിയാതെ വേണ്ട ദിനം പറഞ്ഞേക്കില്ലേ. ആ പെണ്ണിനെ അവിടുന്ന് ഇറക്കി വിടുന്ന കാര്യം ലാലിച്ചായനോട് അപ്പച്ചൻ സംസാരിച്ചിട്ടുണ്ട്. അയ്യടാ, വലിയ ഔദാര്യമായി പോയി. നീയൊക്കെ വലിയ കുടുംബ മഹിമയും അന്തസ്സും ഒക്കെ പറഞ്ഞു നടന്നല്ലോ. എന്തു പറ്റി? ഇപ്പം അതൊന്നും വേണ്ടേ ഈ കൊട്ടാരമറ്റത്തുകാർക്ക്? ദേ ചേച്ചി, ഇവിടുത്തെ അന്തസ്സിനെ കുറിച്ചൊന്നും നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. അതിനൊരു കുറവും വന്നിട്ടില്ല. പിന്നെ ലാലിച്ചായൻ കാണിച്ചിട്ട് നമ്മളെന്താ പഴിച്ചത്? എടാ റോബി, അതിനാണ് പറയുന്നത് നട്ടല് വേണമെന്ന്. നിൻ്റെ അപ്പൻ കൊട്ടാരമുറ്റത്ത് ഔതക്കുട്ടി പോയി സംസാരിച്ചിട്ട് ആ പെണ്ണ് അവിടെ തന്നെ ഉണ്ടല്ലോ, എങ്ങും പോയിട്ടില്ല. അവിടുത്തെ രാജകുമാരിയായിട്ട് വാഴിച്ച് വെച്ചിട്ടുണ്ട് നിൻ്റെ ലാലിച്ചായെ. അതെ, ഇവിടെ നട്ടലിനൊന്നും ആർക്കും വിലക്കുറവില്ല റീതാമ്മ ചേച്ചി. എന്നിട്ടാണടാ നിൻ്റെ ഏട്ടൻ ഇത്രയും വലിയ പോക്കൃത്തരങ്ങൾ അവിടെ കാണിച്ചിട്ടും സഹോദരങ്ങളൊന്നും പോയി ചോദിക്കാത്തത്? പിന്നെ തെമ്മാടിത്തരം കാണിക്കുന്നത് സ്വന്തം അപ്പനാണേലും ചോദിക്കണം. അതാണ് നമ്മുടെ ശീലം. അതിനാണ് നട്ടല് വേണമെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഏട്ടനും അപ്പനും ഒക്കെ പറയുന്നത് കേട്ട് ഏറാമൊളി ഇട്ടിരിക്കുന്നവരാണെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നേ. ഞങ്ങൾ ചോദിക്കും, അത് ഉറപ്പാണ്. എന്നാൽ പിന്നെ നിൻ്റെ ചേട്ടൻ്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ പോയി ചോദിക്കടാ. അല്ലാതെ ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുമില്ലേലും നിൻ്റെ ചേച്ചിക്കും മക്കൾക്കൊക്കെ വേണ്ടിയാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. ഞാൻ സംസാരിക്കാം റീതാമ്മ ചേച്ചി. സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം. സംസാരിച്ചിട്ട് വിളിക്കോ നീ? അതോ നിൻ്റെ അപ്പച്ചനെ പോലെ പത്തി മടക്കി ഇരിക്കോ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം? ഞാൻ അപ്പച്ചനോടും ലാലിച്ചായനോടും സംസാരിക്കട്ടെ. അത് കഴിഞ്ഞ് റീതാമ്മ ചേച്ചി ഉറപ്പായിട്ടും വിളിക്കും. റോബിയെ, ഞങ്ങൾക്ക് ഇത് വിട്ടുകളയാൻ യാതൊരു ഉദ്ദേശവുമില്ല. നിങ്ങളുടെ തീരുമാനം എന്തെന്ന് അറിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. കൊട്ടാരമറ്റത്തുകാർക്ക് ഒതുക്കാനായിരിക്കും താല്പര്യം, ഞങ്ങൾക്കറിയാം. പിന്നെ ഇത്തിരിയെങ്കിലും ന്യായവും നാണവും മാനവും ഒക്കെ നിങ്ങൾക്ക് ബാക്കിയുണ്ടോ എന്നറിയാനാണ് ഞാൻ വിളിക്കുന്നത്. ദേ, കൊട്ടാരമറ്റത്തിൽ റോബിയാണ് പറയുന്നത്. ഞാൻ തിരിച്ച് വിളിക്കുമെന്ന് പറഞ്ഞാൽ വിളിച്ചിരിക്കും. ശരി, ഞാനായിട്ടിനി നിന്നെ വിളിക്കുന്നില്ല, നീ തന്നെ ഇങ്ങോട്ട് വിളിക്കേ. പിന്നെ ഇത്രയെങ്കിലും നിന്നെയൊക്കെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പുളിക്കൽ തറവാട്ടുകാരിയല്ല എന്നായി പോവൂടാ. മനസ്സിലായി. പിന്നെ ഔസേപ്പച്ചനും ആൽബർട്ടും ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു വിവരമൊക്കെ? അറിഞ്ഞു. കൊള്ളാം, നല്ല ഒന്നാന്തരം കുരിശ് വന്ന് കയറിയിട്ടും മിണ്ടാതിരിക്കുകയാണല്ലേ. കൊള്ളാം, നന്നായി. എന്നാൽ പിന്നെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചാൽ മതി, ഞാൻ വെക്കുവാണേ.
ഫോൺ വെച്ചിട്ട് അവർ പോവാട്ടോ. ഇത്രയും ഇളക്കി വിട്ടപ്പോൾ അവർക്ക് സമാധാനമായി. അപ്പോൾ ആൻസി ചോദിക്കുന്നുണ്ട്, എന്താണ് റോബിച്ച, മറ്റേ കാര്യം വലുത് അവരറിഞ്ഞോ, അതുകൊണ്ടാണോ വിളിക്കുന്നത്? അറിഞ്ഞൊന്നും മാത്രമല്ല, അവരവിടെ പോയി കാണുകയും ചെയ്തു. ഷോ, നാണക്കേടായി. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലെങ്ങാനും അറിഞ്ഞാലേ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട. ഓഹ്, തല ഉക്കി ആരുടെയും മുഖത്ത് നോക്കേണ്ട കാര്യം ഒന്ന് ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് റോബിച്ചൻ അങ്ങോട്ട് ദേഷ്യപ്പെടും കേട്ടോ. അല്ല, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. പിന്നെ നിങ്ങളെന്താ ലാലിച്ചനോട് ഇതൊക്കെ ചോദിക്കാത്തത്? ഞാൻ ചോദിക്കാൻ വേണ്ടിയിരുന്നതാ, അപ്പച്ചനാ പറഞ്ഞത് വേണ്ടാന്ന്. പിന്നെ ചോദിച്ചത് തന്നെ അപ്പച്ചൻ പോയിട്ട് തിരിച്ചു വന്നു, അതോർമ്മയുണ്ടോ? അങ്ങനെയല്ലടി, അപ്പച്ചനെ പോലെയല്ല ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, ചോദിക്കണം. ഇല്ലെങ്കിൽ നാട്ടിൽ തലപൊക്കി നടക്കാൻ പറ്റത്തില്ല. അങ്ങനൊരു വിചാരം ഉണ്ടായെങ്കിൽ കൊള്ളാം, ഒരു കുഴപ്പമില്ല. ഞാൻ എന്തായാലും അപ്പച്ചനുമായിട്ടൊന്ന് സംസാരിക്കാൻ ചെല്ലട്ടെ. ചെല്ല്, അതാ നല്ലത്. എത്ര വേഗം വേണം കാര്യങ്ങളൊക്കെ. അങ്ങനെ ആൻസിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് റോബിച്ചൻ നേരെ അപ്പച്ചനോട് ചെല്ലാട്ടോ. അപ്പച്ചനാണെങ്കിൽ അകത്തിരിപ്പുണ്ടേ. അന്നേരം അപ്പച്ചനോട് പോയിട്ട് പറയാനുണ്ട്, അതെ അപ്പച്ച, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ പോകുമ്പോഴത്തേക്കും അപ്പച്ചനാണെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നത്, പത്രങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുക കേട്ടോ. അതെല്ലാം അടുക്കി പറക്കി വെക്കുക. അങ്ങേർക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. ഞാൻ കുറച്ച് നാളില്ലെങ്കിൽ എല്ലാം വലിച്ചു വാരിയിടും. അപ്പോഴാണ് റോബിച്ചൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പച്ചനല്ലേ പറഞ്ഞു ലാലിച്ചൻ്റെ മോളാണെന്ന് പറഞ്ഞ് കുളത്തൂപ്പഴ ഒരു പാവം കൊച്ചാണെന്നല്ലേ അവിടെ കൊണ്ടുവച്ച് നിർത്തിയിരിക്കുന്നത്? അതെ, ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ എന്താ അതിൻ്റെ സ്വഭാവം മാറിയോ? അവൾ ഭയങ്കരയായോ? അപ്പച്ചൻ എന്തിനാണ് സത്യം പറയാതെ ഒളിച്ചു വച്ചിരിക്കുന്നത്? ആ പെങ്കൊച്ചിനെ കൊണ്ട് ഒരു ശല്യമില്ല. അതെന്തേലും കൊടുത്താൽ കഴിച്ചിട്ട് അടങ്ങി ഒതുങ്ങി വല്ലോടത്തും ചുരുണ്ടുകൂടി കിടന്നോളും. അവൾ ആ വീട്ടിലുണ്ടോയെന്ന് പോലും ആർക്കും അറിയത്തില്ല എന്നൊക്കെയല്ലേ? അതേടാ, അതിനിപ്പോൾ എന്നാ പറ്റി? ഇപ്പോഴേ എന്നെ റീത്താമ്മ ചേച്ചി ഇവളിനെ വിളിച്ചിരുന്നു. ആരെ വിളിച്ചു? നിന്നെ എന്തിനു വിളിച്ചു? ഇവളാ എന്നെ കയ്യിൽ ഫോൺ കൊണ്ടുവന്നത്. ഫാൻസി പറയുന്നുണ്ട് ഞാനാണ് ഫോൺ കൊണ്ട് കൊടുത്തത്, റീത്താമ്മയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം എനിക്ക് പിടികിട്ടിയില്ല. അപ്പോൾ അപ്പൻ ചോദിക്കാണ്, എടാ റോബി, കഴിഞ്ഞ 5 വർഷം ഈ റീത്താമ്മ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് സൗകര്യമില്ല, അതുകൊണ്ട് വിളിച്ചില്ല. പിന്നെ എന്തിനാ ഇപ്പം വിളിച്ചത്? കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഏഷണി പറയാനും അല്ലേ? അവൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ നിന്നോട്? അപ്പോഴാണ് റോബിച്ചൻ പറഞ്ഞത്, ലാലിച്ചൻ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന ആ പെണ്ണിനെക്കുറിച്ചാണ് പറയുന്നത്. അതിന് ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആൻസി പറയാ, അപ്പച്ചൻ നമ്മളോട് എന്നാ പറഞ്ഞത്? സൽഗുണങ്ങൾ മാത്രമുള്ള ഒരു വെങ്കോച്ചെന്ന് പറഞ്ഞ് മയപ്പെടുത്തി പറഞ്ഞു. പക്ഷേ റീത്താമ്മ ചേച്ചി പറയുന്നത് അങ്ങനെയല്ല, അവളൊരു യക്ഷിയാണ്. അവൾ അതും പറയും, അതിനപ്പുറവും പറയും. അവൾ ആരാ സാധനമെന്ന് നിനക്കറിയരുതോടാ. അനിയത്തിയുടെയും മക്കളുടെയും പേരും പറയും ലാലിച്ചൻ്റെ പൈസ മാസം തോറും അമക്കുന്നവളല്ലേ? അപ്പച്ച, റീത്താമ്മ ചേച്ചി കുളത്തൂപ്പുഴ പോയി ആ പെണ്ണിനെ കണ്ടിട്ട് വരുവാ. ഞാനും കണ്ടിട്ട് വരുമല്ലോ. ഞാൻ പറയുന്നതാണോ ആ റീത്താമ്മ പറയുന്നതാണോ നിനക്ക് വിശ്വാസം? അവളെ ലാലിച്ചായൻ്റെ കുളത്തൂപ്പുഴ എസ്റ്റേറ്റും ബംഗ്ലാവും എല്ലാം തീരെഴുതി വാങ്ങിക്കുമെന്നാണ് പറയണത് റീത്താമ്മ ചേച്ചി. ഇപ്പം തന്നെ അവൾ പറയുന്നത് പോലെ ലാലിച്ചൻ കേൾക്കത്തുള്ളൂന്ന്. എടാ, അവൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല എന്ന് എനിക്കറിയത്തില്ലേ? ഞാനേ പൗലോസിനെ വിളിച്ച് ചോദിച്ചു. അവൾ ഭയങ്കര ഭരണമാണെന്നാണ് അവൻ പറയുന്നത്. ആൻസി മോളെ, നീ ഒരു ഗ്ലാസ് വെള്ളം അപ്പച്ചൻ എടുത്തുകൊണ്ട് വാ. അങ്ങനെ ആൻസി അങ്ങോട്ട് പോവാട്ടോ. അന്നേരം വീണ്ടും നമ്മൾ റോബി പറയാണ്, അവളെ അവിടെ അടുക്കള പിടിച്ചെടുക്കാൻ നോക്കി, ആൻ്റെ പിന്നെ അവിടെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയെന്ന്. അവളെല്ലായിടത്തും കൈ കടത്തുമെന്നാണ് പറയണത്. എടാ ചുമ്മാതാടാ, എല്ലാം നുണയാ. കൊള്ളാം. പിന്നെ ഈ റീത്താമ്മ ചേച്ചി അവിടെ പോയതൊക്കെ അപ്പച്ചൻ അറിഞ്ഞു? അതൊക്കെ ഞാൻ എപ്പോഴേ അറിഞ്ഞു. അലീനെ വിളിച്ചപ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്തത് മുഴുവനും നമ്മൾ അപ്പച്ചൻ കുടിക്കാനിടാം. എന്നിട്ട് പറയണം, എടാ റോബി, അത് ലാലിച്ചൻ്റെ മോള് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ റോബിച്ചൻ ആൻസി ഒന്ന് നോക്കുകയാണ്. ഇനി വീണ്ടും പറയാനുണ്ട് അപ്പച്ചൻ, അങ്ങനെയാണെങ്കിൽ തന്നെ അവൾക്ക് ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അവകാശം വേണ്ടേ? അവിടെ നിൽക്കുന്ന പണിക്കാരെക്കാളും താഴെയാണോ അവളുടെ സ്ഥാനം? പറ. അപ്പോൾ ആൻസി പറയാൻ കേട്ടോ, അവകാശമൊക്കെ ഉണ്ട്, പക്ഷേ ലാലിച്ചായൻ മനസ്സറിഞ്ഞ് കൊടുത്താലല്ലേ ഉള്ളൂ. പക്ഷേ എല്ലാം കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയാനൊന്നും അവകാശമില്ല. ലാലിച്ചൻ്റെ മറ്റു മക്കളെ പോലുള്ളൊരു അവകാശം അത്രയും മതി അവൾക്ക്. അതെങ്ങനെ ശരിയാവും അപ്പച്ച? അത്ര പോലും അവകാശം ഇല്ലയെന്ന്. അവൾ ഇന്നലെ വന്നവളല്ലേ? ഏതാ അവളുടെ തള്ള? മാനോ മര്യാദയ്ക്കും കല്യാണം കഴിച്ച് പ്രസവിച്ചതാണോ? പിന്നെ എങ്ങനെ ലാലിച്ചതിൻ്റെ മറ്റു മക്കളുടെ അവകാശം കൊടുക്കാൻ പറ്റുന്നത്? എടാ റോബി, അവനെ നീ ഒന്നും പഠിപ്പിക്കാൻ വേണ്ടി പോവരുതേ. അവനറിയാം എന്നാ ചെയ്യണമെന്ന്. ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും അവന് ഇഷ്ടമുള്ളത് മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ. നേരാവണ്ണം സർവീസ് നോക്കിയിരുന്നെങ്കിൽ കരസേന മേധാവി ആകേണ്ടവനാ ഇവൻ. അവന് താല്പര്യം ഇല്ലാഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്നവനാ. റോബിച്ചാൻ പറയാണ്, വെറുതെ വീമ്പ് പറയല്ലേ. ഇപ്പോഴേ ആൽബിച്ചായനെ വിളിച്ചുകൊണ്ടിരിക്കുക അവർ, റീത്താമ്മ ചേച്ചി.
റീത്താമ്മ ഇത് നാട് മുഴുവനും പരത്തും. അവൾ പരത്തിട്ട് അവൾ അങ്ങനെ തന്നെയാണ്. ഓ അത് അപ്പച്ചന് പിന്നെ നാണോ മാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആൻസിനെ വിളിച്ചും കൊണ്ട് റോബിച്ചൻ അങ്ങോട്ട് പോവാണ്. ബാക്കി ക്ലാസ്സിലിരുന്ന വെള്ളം കൂടെ ഒറ്റ വലിക്കങ്ങ് അകത്താക്കിയിട്ടുണ്ട് അപ്പച്ചൻ. പിന്നെ കുളത്തൂപ്പുഴയിലാണെങ്കിൽ നമ്മൾ അലീന കുട്ടി ഉപവാസത്തിലാണല്ലോ. അങ്ങനെ ആഹാരം കഴിക്കാൻ വന്നപ്പോഴും പപ്പ എന്താ വിചാരിക്കണേ, അലീന വന്നില്ലല്ലോ എന്ന്, ഉപവാസത്തിലാണെന്ന് അറിഞ്ഞില്ലേ. അപ്പോൾ തന്നെ പപ്പ അങ്ങോട്ട് മുറിയിലേക്ക് വരുവാണ് കേട്ടോ. അങ്ങനെ മുറിയിലേക്ക് കയറി വരുമ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, മോളെന്താ ഇവിടെ വെറുതെ ഇരിക്കുകയാണോ? അല്ലാതെ ഞാൻ എന്തിയേ, വേറെ ഒരു ജോലി ഇല്ലല്ലോ, വാ ഊണ് കഴിക്കാം. അല്ല പപ്പ കഴിച്ചാൽ മതി, എനിക്ക് വേണ്ട. അതെന്താ, രാവിലെ നീ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ലല്ലോ? ഞാൻ ഉപവാസത്തിലാണ്, അതുകൊണ്ടാണ്. നീയും വലിയ ഭക്തിക്കാരിയാണോ? പ്രാർത്ഥന, ഉപവാസം, ധ്യാനം അങ്ങനെ എന്തേലും? അപ്പോൾ അലീന കുറച്ച് നേരം ഒന്ന് ആലോചിക്കുക കേട്ടോ. എന്നിട്ട് പറയണ്ട്, എൻ്റെ ഉപവാസം ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പപ്പ. അതെന്ത് ലക്ഷ്യമാണ്? അത് കൊള്ളാം, അത് എന്താ നിൻ്റെ ലക്ഷ്യം, അതുകൂടെ പറ. അപ്പോൾ അലീന പറയാണ്, ഇവിടുത്തെ അടുക്കളയിൽ കുറേയധികം ഭക്ഷണം വെറുതെ കളയുന്നുണ്ട്. എൻ്റെ ഭക്ഷണ ചിലവ് കുറച്ചുകൊണ്ട് ഞാൻ ആ പാപത്തിന് പരിഹാരം ചെയ്യുക. അത് ശരി, വേസ്റ്റായി പോകുന്ന ഫുഡ് കളയുന്നതാണോ മഹാപദം? വേസ്റ്റായി പോകുന്നതല്ലല്ലോ പപ്പ, ആവശ്യത്തിലും വളരെ കൂടുതൽ ഉണ്ടാക്കുന്നു, എന്നിട്ട് മിച്ചം വരുത്തുന്നു, എന്നിട്ട് കളയുന്നു. നീ ഫാസ്റ്റിംഗ് നടത്തിയാൽ അതിലെന്ത് മാറ്റം വരുത്താനാ? ഞാൻ ഫാസ്റ്റിംഗ് നടത്തിയാലും അതിൽ മാറ്റം വരും പപ്പ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെൻ്റെ സമരമാണ്. സമരമെന്ന് വെച്ചാൽ എനിക്കെതിരെയാണല്ലേ നിൻ്റെ സമരം. അപ്പോൾ ഉടനെ അലീന പപ്പയൊന്ന് നോക്കുകയാണ്. എന്നിട്ട് പറയാം, ഈ ലോകത്ത് ഓരോ 10 സെക്കൻഡിലും ഓരോ കുട്ടികൾ വീതം ആഹാരം കിട്ടാതെ മരിക്കുന്നുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു പിടി ഭക്ഷണം വെറുതെ കളയാൻ നമുക്ക് റൈറ്റ് ഉണ്ടോ? അപ്പോൾ പപ്പ പറയാം കേട്ടോ, ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന സാധനത്തിനാണ് ഇവിടെ വരുന്നത്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ റൈറ്റ്സും എനിക്ക് തന്നെയാണല്ലോ. അല്ല പപ്പ, ആ പൈസ പോലും ശരിക്കും പപ്പയുടെ അല്ല, മറ്റുള്ളവരുടെ അധ്വാനത്തിൽ നിന്നാണ് ആ പൈസ വരുന്നത്. പപ്പ പറയും റബ്ബർ തോട്ടത്തിൽ നിന്നാണെന്ന്. ആ റബ്ബർ നിൽക്കുന്ന മണ്ണ് പപ്പയുടേതാണോ? അതെ, എൻ്റേത് തന്നെയാണ്, ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ്. ആ മണ്ണ് മുഴുവൻ മാന്തി എടുത്താൽ പപ്പയ്ക്ക് വിൽക്കാൻ പറ്റുമോ? ഒരു 10 അടി ആഴത്തിൽ മണ്ണ് മാറ്റാൻ പപ്പയ്ക്ക് അധികാരമുണ്ടോ? റവന്യൂ വകുപ്പ് വരും, പിടിക്കും, കേസാവും. അതിന് പാസ് എടുക്കാൻ പറ്റും. എന്നാലും എത്ര അടി എടുക്കാൻ പറ്റും? 100 അടി താഴ്ത്തി എടുക്കാൻ പറ്റൂ? 50 അടി അനുവാദം കിട്ടുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? രാജ്യത്തിൻ്റെയാണ് ആ മണ്ണ്, നമുക്ക് കുറച്ച് മേൽമണ്ണിൻ്റെ അവകാശം മാത്രമേ ഉള്ളൂ. അലീന, നിന്നോട് തർക്കിച്ചാൽ എനിക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, സമരോ എന്താന്ന് വെച്ചാൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു പപ്പ ഇറങ്ങി അങ്ങോട്ട് ഒരു പോക്കങ്ങോട്ട് പോവാട്ടോ. അലീനയ്ക്ക് മനസ്സിനൊരു വല്ലാത്ത വിഷമം. പപ്പ എന്നിട്ടും സമ്മതിച്ചു കൊടുക്കുന്നില്ലല്ലോ. എന്നാലും ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. എന്ത് വന്നാലും ഞാനും പപ്പയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് അലീനയുടെ ഒരു വാശി. അങ്ങനെ ആൽബിച്ചനും വന്നിട്ടുണ്ട്. വന്നോട്ടെ തന്നെ ആൻസിയോട് ചോദിക്കുന്നുണ്ട്, റോബിച്ചൻ എന്തിയെന്ന്. പള്ളിയിലേക്ക് പോയതാ, അവിടെ എന്തോ സിമൻറ്റ് എന്തോ എടുത്തു കൊടുക്കാനായിട്ട് പോയതാ, അവിടെ പണി നടക്കുവാണല്ലോ. അപ്പച്ചൻ എന്ത് ചെയ്യാ? അപ്പച്ചൻ കുളത്തുപുഴ പോയി. കുളത്തുപുഴയോ? ഇപ്പോൾ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ? അതെ, വീണ്ടും പോയി. രാവിലെ റോബിച്ചനും അപ്പച്ചനും ചെറുതായിട്ടൊരു സംസാരം ഉണ്ടായി, അതിനുശേഷം പോയതാ. ഇങ്ങനെയാണെങ്കിൽ അപ്പച്ചൻ അവിടെ സ്ഥിരതാമസമാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല എന്ന് ആൻസി. അപ്പോഴാണ് ദേ വന്നു നമ്മൾ റോബിച്ചൻ. ആൽബിച്ചൻ എപ്പോഴാണ് വന്നേ? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. നീ പള്ളിയിലേക്ക് പോയതാണോടാ? അതെ. ശരി, എന്തായാലും നമുക്ക് സംസാരിക്കാം, അകത്തോട്ട് കയറി വന്ന് പറയാട്ടോ. അങ്ങനെ റോബിച്ചനും ആൽബിയും കൂടെ സംസാരിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുറിയിലാണെങ്കിലേ നമ്മൾ കൊച്ചുമോളുണ്ടല്ലോ, സുഖമില്ലാത്ത പുള്ളിക്കാരി അവിടെ കുനിഞ്ഞിങ്ങനെ ഇരിക്കാൻ കേട്ടോ. അങ്ങോട്ട് ആൻസി കയറി വരികയാണ്. അപ്പോൾ ആൻസി അവിടെ നിന്നുകൊണ്ട് റാണി മോളേന്ന് വിളിക്കുന്നുണ്ട്. റാണിമോള് കുറച്ച് നേരം മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. വീണ്ടും തല ഉയർത്തി നോക്കിയിട്ട് പറയാം, അതെ എനിക്ക് എൻ്റെ ടോണി ചായനെ കാണണമെന്ന് പറയാം കേട്ടോ. അതെന്താ, ടോണി ചായന ഇപ്പം ഇല്ലല്ലോ, അത് ഇന്നാൾ വന്നല്ലോ, അതില്ല എനിക്കിത് കാണണം, കണ്ടേ പറ്റുള്ളൂ. അതെങ്ങനെ മോളെ, നിന്നെ ഉപേക്ഷിച്ച് പോയതല്ലേ ടോണി ചായ? ഇല്ല, എന്നെ ഉപേക്ഷിച്ചൊന്നുമില്ല. പിന്നെ ഇന്നാളൊരു ദിവസം വന്നതോ? വന്നു. അത് വേറെ ആർക്കും കൂടെ വന്നതല്ലേ? അല്ല, എന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാണ്, എനിക്ക് കണ്ടേ പറ്റുള്ളൂ. എൻ്റെ മോളെ, നീ അങ്ങനെയൊന്നും സംസാരിക്കല്ലേ. ടോണി ചില അല്ലെങ്കിൽ തന്നെ പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞോ? ഇപ്പോൾ അങ്ങ് അപ്പച്ചൻ പോയി കുളത്തൂപ്പുഴയില്ലേ, അവിടെ നമ്മുടെ ലാലിച്ചായൻ്റെ വീട്ടിൽ ഒരു പെങ്കൊച്ച് വന്ന് നിൽപ്പുണ്ടെന്ന് അറിഞ്ഞോ നീ? അത് ആരുമില്ലാത്തൊരു അനാഥാലയത്തിൽ അത് വളർന്നിരുന്ന. അങ്ങനെയോ? എന്നാൽ പിന്നെ എൻ്റെ കൊച്ചായിരിക്കും അത്. ഇനി വിളിച്ചോണ്ട് വാ. അതെങ്ങനെയാടി നിൻ്റെ കൊച്ചാവുന്നത്? 10-23 വയസ്സുണ്ടെന്നാണ് പറയുന്നത്. നിൻ്റെ കൊച്ചിന് അത്രയും പ്രായമുണ്ടോ? ഇല്ലല്ലോ. എന്നാലും എനിക്ക് എൻ്റെ ടോണി ചായനെ കാണണം. അത് ശരി, ടോണി ചായനെ കണ്ടാൽ നിനക്ക് നിൻ്റെ കൊച്ചിനെ കിട്ടുമെന്നാണോ നിൻ്റെ വിചാരം? എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആൻസി ചോദിക്കാട്ടോ. പക്ഷേ
നമ്മുടെ റാണിക്കുട്ടിയാണെങ്കിൽ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലേ അപ്പോൾ നമ്മുടെ ആൻസി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ തന്നെ ടോണിച്ച നിന്നെ ഉപേക്ഷിച്ചെന്താ? റാണിമോൾക്കൊരു കൊച്ചുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ? അതല്ല, എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു ടോണിച്ചായന്. മോളെ, നീ അതെല്ലാം വിട്ടേക്ക്. നിനക്ക് കൊച്ചിനെയും കിട്ടത്തില്ല, ടോണിച്ചായനെയും കിട്ടത്തില്ല. ടോണിച്ചായൻ എന്നോട് പറഞ്ഞു, എനിക്ക് വാക്ക് തന്നിട്ടാണ് പോയത്. മോളെ, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. നിനക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വാ, ഞാൻ എടുത്തുതരാം. അപ്പച്ചൻ എന്തിയെ? എനിക്ക് അപ്പച്ചനെ കാണണം. അപ്പച്ചൻ കൊളുത്തൂപ്പുഴയ്ക്ക് പോയി. അവിടെ നിന്നല്ലേ വന്നത്? പിന്നെയും പോയോ? അവിടെ ഒരു പെങ്കൊച്ചുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ പെങ്കൊച്ചിൻ്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ സംസാരിക്കാം കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്